എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 17-ാം തീയതി 3/12/2025. അങ്ങനെ നമ്മുടെ 2025 എന്ന വർഷം വിട പറയുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ നിൽക്കുകയാണ്. നമുക്ക് ഉത്സവകാലമാണ്. എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങൾ ഈ മാസത്തിലുണ്ട്. അതുകൊണ്ടൊരു പുണ്യകാലമായിട്ട് ഡിസംബറിനെ നമുക്ക് കാണാം. നമുക്ക് കാലചക്രത്തിനും നമ്മുടെ സൃഷ്ടാവിനും സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ട ദിവസമാണ്. വരുമാനം വന്നു ചേരുന്ന ദിവസമാണ്. എന്നാൽ ജോലിഭാരം കൂടുതലായതുകൊണ്ട് മറവി അസുഖമുള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. മറവി മൂലം പല നഷ്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ തന്നെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതായത് റിഗ് തുടങ്ങിയ റിസ്ക്കുള്ള അല്ലെങ്കിൽ ഈ മലകയറ്റം, കുന്നുകയറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രക്കിംഗ് എന്നൊക്കെ പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യത കാണുന്നുണ്ട്. കാലിൻ്റെ കുഴ തെറ്റുവാനും ലിഗമെൻറ്റ് ഫ്രാക്ചർ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ചതുപ്പിലൂടെയും ഈ അണിവൻ റോഡിലൂടെയൊക്കെ നടക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ട് ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാം. യാത്രയ്ക്ക് തടസ്സമുള്ള ദിവസമാണ്. വിദേശത്ത് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് സാധിക്കില്ലെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വളരെ മാനസിക പ്രയാസം അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ശുഭ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. പല കാര്യങ്ങളും അനായാസേന സാധിക്കാൻ പറ്റുന്ന ദിവസമാണ്. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ബില്ലുകൾ പാസ്സാകുന്ന ദിവസമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആകാശമാർഗം വിമാനയാത്രയ്ക്ക് അല്ലെങ്കിൽ ഒക്കെ ഒരുങ്ങുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ആ വിഭാഗത്തിൽപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക്, എയർപോർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രത്യേകമായ മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. കൃഷിക്കാർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ചില വിറ്റഴിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ അവനവൻ്റെ മടിയും അലസതയും ഒക്കെ കൊണ്ട് നല്ല നല്ല ചാൻസുകൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും വരും. ആത്മവിശ്വാസം അത്യാവശ്യമായൊരു ഘടകമാണ്. കഴിവുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ട് പതറിച്ച് വരുന്ന ഒരു ദിവസമായിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിശ്വാസം തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നല്ല സുഹൃത്തുക്കളുമായി ബന്ധം പുലർത്തുക. പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് തരുന്നവരുമായിട്ട് കൂട്ടുകൂടുകയും അവരിൽ നിന്ന് സന്തോഷം അനുഭവിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കണ്ടെത്തുക. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ അകറ്റി നിർത്താതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വിവാഹത്തിന് തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, സന്താനങ്ങൾക്ക് തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു റിസൾട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്നൊരു ഉദ്യോഗ ലബ്ധിക്കുള്ള ഒരു അവസരം വന്നു ചേരുന്നതും മനസ്സിന് സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ ഉദ്യോഗലബ്ധിക്ക് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയ, മായില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സമാധാനപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്.
ധാരാളം നാളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ ഒക്കെ അനുകൂലമായി തന്നെ വരുന്ന ഒരു ദിവസമാണ്. കാരണം കമിതാക്കൾക്ക് വിവാഹത്തിന് സമ്മതം ലഭിക്കുന്നതൊക്കെ ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ ശാന്തമായ അന്തരീക്ഷം ഗ്രഹത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കലഹങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്ന ദിവസമാണ്. കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകന്മാർക്ക് അല്ലെങ്കിൽ നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്നേഹിച്ചിരുന്നവരിൽ നിന്ന് വളരെയധികം അനുകൂലമായ സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെടും എന്നൊരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. വസ്തുവകകളിൽ ഏതെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉള്ള സാഹചര്യം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ ശ്രമം വളരെ അനുകൂലമായ ഫലമാണ് തരുന്നത്. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. അനുകൂലമായ ദൂരയാത്രയാണ്. സാമ്പത്തിക നേട്ടം അതിലൂടെ ഉണ്ടാകുന്നതാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. വാക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് നിവർത്തിക്കാത്ത പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പിണങ്ങിപ്പോയ പല ആളുകളും തിരിച്ചു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അനുകൂലമായ രീതിയിൽ അവർ സംസാരിക്കുന്നതാണ്. ചില മീറ്റിങ്ങുകളും ചില സംരംഭങ്ങളുമൊക്കെ വിജയകരമായി പൂർത്തിയാക്കാം എന്നുള്ളൊരു മനോധൈര്യം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല ഒരു അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിവാഹ നിശ്ചയത്തിന് വരെ ദിവസം കുറിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കും വൻകിട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കച്ചവടങ്ങൾ ഉറപ്പിക്കുവാനും അല്ലെങ്കിൽ ലാഭം എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ഗ്രഹമാറ്റത്തിന് ആരംഭിക്കുന്നവർക്ക് അനുകൂലമായ ഗ്രഹം ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണിന്ന്. അത് കുറേ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ തലത്തിലുള്ള പല ഫയലുകൾക്കും അനുകൂലമായ നീക്കം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്കും വലിയ ദോഷമുള്ളതായി കാണുന്നില്ല. വാഹനത്തിൽ വളരെ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനത്തിന് റിപ്പയർ വരാനായിട്ടൊക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇന്ന് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതോടുകൂടി മാനസികമായ പിരിമുറുക്കവും അവസാനിക്കുന്നത് സ്വാഭാവികമാണല്ലോ. വാഹനങ്ങൾ വാങ്ങാൻ ഉള്ളൊരു തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണിത്. വലിയൊരു സംരംഭത്തിന് ശേഷം ധനം തികയാതെ വരുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് ധനം മിച്ചം വരികയും വേറെ കാര്യങ്ങളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ അന്തരീക്ഷത്തിൽ വളരെ സന്തോഷകരമായ ജീവിതം ആരംഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. വിവാഹത്തിന് ശേഷം ദമ്പതിമാർക്ക് വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ ഉല്ലാസയാത്രയ്ക്കോ മധുവിധ യാത്രയ്ക്കോ ഒക്കെ അനുകൂലമായ തീരുമാനം എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ മാതാപിതാക്കളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ കാണുന്നുണ്ട്.
അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. ബന്ധുക്കളിൽ ചിലർക്ക് ചില ആപത്തുകൾ വന്നിട്ട് മനക്ലേശമുണ്ടാകാൻ സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയെ മുഴുക. 4-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനിക്കാലമായതുകൊണ്ട് മാതാപിതാക്കൾക്ക് ദോഷസമയമാണ്. അതേപോലെ നെഞ്ചിന്, ശ്വാസകോശത്തിനൊക്കെ ക്ഷീണമുണ്ടാകുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. ഇന്ന് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി അടുത്തു നിന്ന് പലരും ധനം പറ്റിച്ചെടുക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഇന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വൃഥാ ശകാരം കേൾക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുന്ന ദിവസമാണ് ഇന്ന്. എങ്കിലും ചില ബന്ധുമിത്രാദികളുടെ ഇടപെടൽ മൂലം ചില മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അധികാരപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ചില അന്വേഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നേക്കാം. ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. ചില ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എപ്പോഴും നമ്മൾ ഏത് രംഗത്തായാലും ചിട്ടയോടുകൂടിയും സത്യസന്ധതയോടും കൂടി പോയാൽ നമ്മുടെ രാജ്യം തന്നെ രക്ഷപ്പെടും. എല്ലാവരും അതിൽ ശ്രദ്ധിക്കുക. സ്വാർത്ഥമായ ആഗ്രഹം കൊണ്ടും മറ്റും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസം ചില ഇല്ലീഗൽ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത ചില കാര്യങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിയമപരമല്ലാത്ത ചില ഇടപാടുകളിൽപ്പെട്ട് കേസുകളും വഴക്കുകളുമൊക്കെ ഉണ്ടായി കുടുങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷം ചില ധനനഷ്ടവും ആശുപത്രി ചിലവുകളുമൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യം മൂലം പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യത കാണുന്നു. 7.5 ശനിയുടെ പോക്കാണ്. അതുകൊണ്ട് ശനൈശ്വരനെ നന്നായി മനസ്സുറച്ച് പ്രാർത്ഥിക്കുകയും ശനിയുടെ ക്ഷേത്രത്തിൽ പോവുകയും ശാസ്താക്ഷേത്രത്തിൽ പോവുകയും പ്രദക്ഷിണം വയ്ക്കുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതും ശനി ഭഗവാന് എള്ള് പായസം നടത്തുന്നതും പക്ക നാളുതോറും അത് തുടരുന്നതുമൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ സാമ്പത്തികമായി നല്ല മുറുകുന്ന ടൈറ്റാകുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ചിന്തകളിൽപ്പെട്ട് മനസ്സമാധാനം പോകുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. ജോലി കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും ജോലി ഭാരം കുറയുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. സ്വന്തം കാര്യത്തിന് സമയം കണ്ടെത്തുവാനും സ്വന്തമായി യാത്രകൾ സംഘടിപ്പിക്കാനുമൊക്കെ വളരെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പങ്കാളിയുടെ സഹകരണവും സ്നേഹവും ഒക്കെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അനായാസേന പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ടും വളരെ സന്തോഷമുണ്ടാകുന്ന ദിവസമായിരിക്കും. അവിചാരിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാം. ഒരുപാട് കാലങ്ങളായി അനുഭവിക്കുന്ന ശനിയുടെ ദോഷം കൊണ്ട് ചില മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അലട്ടുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ജന്മശനി കാലമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ഈശ്വരാധീനമാണ് എല്ലാത്തിനും അടിസ്ഥാന ഘടകം. ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. കൂടാതെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ.